നമസ്കാരം. വിനോദസഞ്ചാര മേഖലയിലെ അത്യാധുനിക പരീക്ഷണങ്ങളിലൂടെയും വിസ്മയിപ്പിക്കുന്ന നിർമ്മിതികളിലൂടെയും ലോകശ്രദ്ധ ആകർഷിക്കാൻ ചൈന എപ്പോഴും ശ്രമിക്കാറുണ്ട്. പ്രകൃതി ഭംഗിയുള്ള മലനിരകൾക്ക് മുകളിലും വൻകിട മലയിടുക്കുകളിലും ആകാശത്തോളം ഉയരത്തിൽ സ്ഥാപിച്ചിട്ടുള്ള കണ്ണാടി പാലങ്ങളും സുതാര്യമായ വ്യൂയിങ് പ്ലാറ്റ്ഫോമുകളും ഇത്തരം പരീക്ഷണങ്ങളുടെ ഭാഗമാണ്. സഞ്ചാരികൾക്ക് അതീവ സാഹസികമായ അനുഭവം നൽകുന്നു എന്ന പേരിൽ വലിയ തോതിലുള്ള പരസ്യ പ്രചാരണങ്ങളാണ് ചൈന ആഗോളതലത്തിൽ ഇതിൻ്റെ പേരിൽ നടത്തിവരുന്നത്. എന്നാൽ ആഡംബരപൂർണമായ ഇത്തരം പരസ്യങ്ങൾക്കും അവകാശവാദങ്ങൾക്കും പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന നിർമ്മാണ നിലവാരമില്ലായ്മയും സുരക്ഷാ വീഴ്ചകളും പലപ്പോഴും ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെടാറുണ്ട്. ഗുണനിലവാരത്തേക്കാൾ ഉപരിയായി റെക്കോർഡുകൾ സ്ഥാപിക്കുന്നതിലും കാഴ്ചക്കാരെ ആകർഷിക്കുന്നതിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ചൈനീസ് വിനോദസഞ്ചാര നയങ്ങളുടെ പൊള്ളത്തരം വെളിവാക്കുന്ന ഒരു അപ്രതീക്ഷിത സംഭവമാണ് അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കേവലം ഒരു ചെറിയ കുടയുടെ കുത്തേറ്റപ്പോൾ തന്നെ ചൈനയിലെ ഏറ്റവും വലിയ കണ്ണാടിപ്പാലത്തിൻ്റെ പാളിക്ക് വിള്ളലുണ്ടായി എന്ന വാർത്ത ചൈനീസ് നിർമ്മിതികളുടെ വിശ്വാസത്തെക്കുറിച്ചും സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ചും വൻതോതിലുള്ള വിമർശനങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. മധ്യ ചൈനയിലെ ഹിനൻ പ്രവിശ്യയിലുള്ള പ്രശസ്തമായ ബാവക്വാൻ ക്ലിഫ് വേൾഡ് സിനിക് ഏരിയയിലാണ് അന്താരാഷ്ട്ര തലത്തിൽ ചൈനയ്ക്ക് നാണക്കേടുണ്ടാക്കിയ ഈ സംഭവം അരങ്ങേറുന്നത്. തായ്ഹാങ് പർവ്വത നിരകളുടെ മനോഹരമായ ദൃശ്യങ്ങൾ ആസ്വദിക്കാൻ ഭൂമിയിൽ നിന്നും ഏകദേശം 100 കണക്കിന് മീറ്റർ ഉയരത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഈ വമ്പൻ ഗ്ലാസ് നിരീക്ഷണ പ്ലാറ്റ്ഫോം ചൈനീസ് ഭരണകൂടത്തിൻ്റെ വലിയൊരു അഭിമാന സ്തംഭമായിരുന്നു. ചൈനയുടെ ഔദ്യോഗിക ടൂറിസം റാങ്കിങ്ങിൽ ഏറ്റവും ഉയർന്ന നാഷണൽ 5A പദവി നൽകി ആദരിക്കപ്പെട്ട ഈ കേന്ദ്രം ലോകത്തിലെ ഏറ്റവും വലിയ ഗ്ലാസ് വ്യൂവിംഗ് പ്ലാറ്റ്ഫോം എന്ന പേരിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ പോലും ഇടം പിടിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഈ വലിയ പദവികൾക്കും റെക്കോർഡുകൾക്കും അപ്പുറം ജനങ്ങളുടെ ജീവന് എത്രത്തോളം സുരക്ഷിതത്വമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളതെന്ന ചോദ്യമാണ് ജൂൺ 20 സംഭവം ഉയർത്തുന്നത്. പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിച്ച ഒരു കൗമാരക്കാരൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കുടയുടെ കൂർത്ത അഗ്രം ഉപയോഗിച്ച് തറയിലെ ഗ്ലാസ് പാനലിൽ ചില തവണ കുത്തിയപ്പോഴേക്കും അതിൽ വലിയ രീതിയിലുള്ള വിള്ളലുകൾ പ്രത്യക്ഷപ്പെടുകയായിരുന്നു. കിലോമീറ്ററോളം ആഴമുള്ള മലയിടുക്കിന് മുകളിൽ നിൽക്കുമ്പോൾ കാൽക്കീഴിലെ ചില്ല് തകർന്നത് കണ്ട സന്ദർശകർ ജീവഭയത്തോടെയാണ് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ഇത്തരമൊരു അപകട സാഹചര്യം ഉണ്ടായ ഉടൻ തന്നെ വിനോദസഞ്ചാരികളെ അവിടെ നിന്ന് അടിയന്തരമായി ഒഴിപ്പിക്കാൻ ജീവനക്കാർ തയ്യാറായതുകൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. പ്രതിദിനം ആയിരക്കണക്കിന് ആളുകൾ ഒരേ സമയം കയറി നിൽക്കുന്നതും വലിയ ഭാരം താങ്ങാൻ ശേഷിയുള്ളതുമെന്ന് ചൈന അവകാശപ്പെടുന്ന ഒരു നിർമ്മിതിയാണ് ഒരു സാധാരണ കുടയുടെ ചെറിയൊരു ആഘാതത്തിൽ തകർന്നു പോയത്. ട്രിപ്പിൾ ലാമിനേറ്റഡ് സേഫ്റ്റി ഗ്ലാസ് ഉപയോഗിച്ചാണ് പ്ലാറ്റ്ഫോം നിർമ്മിച്ചിരിക്കുന്നത് എന്നും മുകളിലെ ഒരു സംരക്ഷണ പാളിക്ക് മാത്രമാണ് വിള്ളൽ വീണതെന്നും പറഞ്ഞ് അധികൃതർ ഈ വീഴ്ചയെ ലഘൂകരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. താഴെയുള്ള ഘടനാപരമായ മറ്റ് പാളികൾ സുരക്ഷിതമാണെന്നും പ്ലാറ്റ്ഫോമിൻ്റെ ഭാരം താങ്ങാനുള്ള ശേഷിയെ ഇത് ബാധിച്ചിട്ടില്ല എന്നുമാണ് ചൈനീസ് വക്താക്കൾ നൽകുന്ന വിശദീകരണം. എന്നാൽ ഇത്തരം ന്യായീകരണങ്ങൾ ചൈനയുടെ സ്ഥിരം രക്ഷപ്പെടൽ തന്ത്രങ്ങളുടെ ഭാഗമാണെന്ന് വ്യക്തമാണ്. ഒരു ചെറിയ കുട്ടിയുടെ കയ്യിലെ കുടയ്ക്ക് തകർക്കാൻ സാധിക്കുന്നതാണോ ലക്ഷക്കണക്കിന് ആളുകൾ കയറുന്ന ഒരു പൊതു സംവിധാനത്തിൻ്റെ മുകളിലത്തെ സുരക്ഷാപാളി എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ അവിടുത്തെ അധികൃതർക്ക് ഇതുവരെ സാധിക്കുന്നില്ല. ചൈനയിലെ സാമൂഹിക മാധ്യമങ്ങളിൽ പോലും ഈ സംഭവത്തെ തുടർന്ന് ഭരണകൂടത്തിനും നിർമ്മാണ കമ്പനികൾക്കുമെതിരെ വലിയ തോതിലുള്ള ജനരോഷമാണ് ഉയരുന്നത്. സാധാരണ വിനോദസഞ്ചാരികൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ ധരിക്കാറുള്ള ഹൈ ഹീൽസ് ചെരുപ്പുകൾ ഉപയോഗിച്ച് നടന്നാൽ പോലും തകർന്നു പോകുന്നതാണോ ഇവരുടെ ദേശീയ സുരക്ഷാ മാനദണ്ഡങ്ങളെന്ന് പൊതുജനങ്ങൾ ചോദിക്കുന്നു. ഗ്ലാസ് പാനലുകൾ ദേശീയ നിലവാരം പുലർത്തുന്നുണ്ടെന്ന അധികൃതരുടെ വാദം കേവലം ഒരു ഔദ്യോഗിക പുകമറ മാത്രമാണ്. മനുഷ്യജീവനുകൾക്ക് വില കൽപ്പിക്കുന്ന വലിയ പ്രോജക്റ്റുകളിൽ പാലിക്കേണ്ടത് കേവലം കടലാസിലുള്ള ഏറ്റവും കുറഞ്ഞ ദേശീയ മാനദണ്ഡങ്ങളല്ല, മറിച്ച് അതിനപ്പുറത്തുള്ള അന്താരാഷ്ട്ര സുരക്ഷാ നിലവാരങ്ങളാണ്. ആളുകളെ ആകർഷിക്കാനും പണം സമ്പാദിക്കാനും വേണ്ടി മാത്രം ചൈനയിൽ ഉടനീളം 2000-ലധികം ഗ്ലാസ് വാക്വേകളും പാലങ്ങളും നിരീക്ഷണ പ്ലാറ്റ്ഫോമുകളും വെട്ടിപ്പിടിച്ച് നിർമ്മിച്ചിട്ടുണ്ട്. വിപണിയിലെ മത്സരം ജയിക്കാൻ വേണ്ടി കുറഞ്ഞ ചിലവിൽ ഇത്തരം വൻകിട പദ്ധതികൾ നിർമ്മിച്ചു കൂട്ടുമ്പോൾ നിർമ്മാണ സാമഗ്രികളുടെ ഗുണനിലവാരത്തിൽ വലിയ തോതിലുള്ള വിട്ടുവീഴ്ചകൾ നടക്കുന്നുണ്ടെന്ന യാഥാർത്ഥ്യമാണ് ബാവോക്വാനിലെ സംഭവം തെളിയിക്കുന്നത്. കേടുപാടുകൾ സംഭവിച്ച ഗ്ലാസ് പാനൽ മാറ്റിസ്ഥാപിക്കാൻ നിർമ്മാതാക്കളെ സമീപിച്ചിട്ടുണ്ട് എന്നും സന്ദർശകർക്ക് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുമെന്നും മാനേജ്മെൻറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിനോദസഞ്ചാരികൾ ഗ്ലാസ് പാനലുകളിൽ കുത്തുകയോ അടിക്കുകയോ ചെയ്യരുതെന്ന് ഓർമ്മിപ്പിക്കുന്ന ബോർഡുകൾ സ്ഥാപിക്കുന്നത് വഴി തങ്ങളുടെ നിർമ്മാണ പിഴവുകളെ സഞ്ചാരികളുടെ അശ്രദ്ധയായി ചിത്രീകരിക്കാനാണ് ചൈനീസ് അധികൃതർ ശ്രമിക്കുന്നത്. ആഗോളതലത്തിൽ തങ്ങളുടെ സാങ്കേതിക മേധാവിത്വം പ്രകടിപ്പിക്കാൻ വലിയ നിർമ്മിതികൾ കെട്ടിപ്പൊക്കുന്ന ചൈന പൊതുജനങ്ങളുടെ ജീവൻ്റെ സുരക്ഷ കാര്യക്ഷമമായി ഉറപ്പുവരുത്തുന്നതിൽ പരാജയപ്പെടുന്നതിൻ്റെ ഉത്തമ ഉദാഹരണം കൂടിയാണിത്. ഗിന്നസ് റെക്കോർഡുകളും 5A പോലെയുള്ള വലിയ റാങ്കുകളും വെറും ബാഹ്യമായ അലങ്കാരങ്ങൾ മാത്രമാണ് എന്നും യഥാർത്ഥ സുരക്ഷയുടെ കാര്യത്തിൽ ചൈനീസ് എഞ്ചിനീയറിംഗ് ഇപ്പോഴും വലിയ വെല്ലുവിളികളും അവിശ്വസ്തതയും നേരിടുന്നുണ്ടെന്നും ഈ സംഭവം ലോകത്തെ ബോധ്യപ്പെടുത്തുന്നു. വിനോദസഞ്ചാര വികസനത്തിൻ്റെ പേരിൽ
മനുഷ്യജീവനുകൾ വെച്ച് പന്താടുന്ന ഇത്തരം പ്രവണതകൾ ചൈന തിരുത്തേണ്ടതുണ്ട് എന്ന ശക്തമായ വിമർശനമാണ് ഈ വിള്ളലിലൂടെ പുറത്തു വരുന്നത്. ഈ സംഭവവും അതിനെ തുടർന്നുണ്ടായ അടിയന്തര ഒഴിപ്പിക്കലും ചൈനയുടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഏൽപ്പിച്ച ആഘാതം ചെറുതല്ല. അന്താരാഷ്ട്ര തലത്തിൽ വലിയ തോതിലുള്ള വിനോദസഞ്ചാര കുതിപ്പിനായി ചൈന ഒരുക്കുന്ന പല പദ്ധതികളും എത്രത്തോളം സുരക്ഷിതമാണ് എന്ന ചോദ്യം ഇതിനകം തന്നെ ലോകമെമ്പാടും ചർച്ചയായി കഴിഞ്ഞു. കേവലം ഒരു പ്രാദേശിക അപകടം എന്നതിലുപരി ചൈനീസ് ടൂറിസത്തിൻ്റെ ആഗോള പ്രതിച്ഛായയും സാമ്പത്തിക വളർച്ചയും ദീർഘകാലാടിസ്ഥാനത്തിൽ ദോഷകരമായി ബാധിക്കുന്ന നിരവധി ഘടകങ്ങൾ ഈ ഒരു സംഭവത്തിന് പിന്നിലുണ്ട്. സുരക്ഷയെക്കുറിച്ചുള്ള ഭയവും ചൈനീസ് എഞ്ചിനീയറിംഗിൻ്റെ പൊള്ളത്തരവും തുറന്നു കാട്ടുന്ന ഈ സംഭവം ചൈനീസ് ടൂറിസം മേഖലയ്ക്ക് വരുത്തിവെക്കുന്ന ദോഷങ്ങൾ വളരെ ആഴത്തിലുള്ളതാണ്. ആഗോള സഞ്ചാരികൾക്കിടയിൽ ചൈനീസ് ടൂറിസത്തോടുള്ള വിശ്വാസ്യത പാടെ തകരും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘാതം. സാഹസിക ടൂറിസത്തിൻ്റെ പേരിൽ ആളുകളെ ആകർഷിക്കുമ്പോൾ സഞ്ചാരികൾക്ക് തങ്ങളുടെ ജീവനെക്കുറിച്ച് പൂർണ്ണമായ ഉറപ്പുണ്ടായിരിക്കണം. പർവ്വതനിരകൾക്ക് മുകളിൽ നൂറുകണക്കിന് മീറ്റർ ഉയരത്തിൽ നിൽക്കുമ്പോൾ കാൽക്കീഴിലെ ഗ്ലാസ് ഏത് നിമിഷവും തകരാമെന്നൊരു ഭയം ജനങ്ങളിൽ ഉണ്ടായാൽ അവർ ഇത്തരം കേന്ദ്രങ്ങളിൽ നിന്ന് സ്വാഭാവികമായും അകന്നു പോകും. വിദേശ സഞ്ചാരികൾ ചൈനയിലേക്ക് വരുന്നത് അവിടുത്തെ അത്യാധുനിക സൗകര്യങ്ങൾ ആസ്വദിക്കാനാണ്. എന്നാൽ ഒരു കുടയുടെ ചെറിയൊരു ആഘാതം പോലും താങ്ങാൻ ശേഷിയില്ലാത്തതാണ് തങ്ങൾ ചവിട്ടി നിൽക്കുന്ന ചില്ലുപാലങ്ങളെന്ന് ബോധ്യപ്പെടുമ്പോൾ യാത്രക്കാർ മറ്റ് സുരക്ഷിതമായ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാൻ തുടങ്ങും. ഇത് വിദേശ നാണയ വരുമാനത്തിലും അന്താരാഷ്ട്ര സന്ദർശകരുടെ എണ്ണത്തിലും ചൈനയ്ക്ക് വലിയ തിരിച്ചടിയാകും. ഭരണകൂടം വലിയ രീതിയിൽ പണം മുടക്കി നിർമ്മിച്ച മറ്റ് ഗ്ലാസ് ആകർഷണങ്ങളുടെ സാമ്പത്തിക നിലനിൽപ്പിനെ ഇത് സാരമായി ബാധിക്കുമെന്നതിൽ സംശയമില്ല. ചൈനയിലുടനീളം 2000-ലധികം ഗ്ലാസ് പാലങ്ങളും വാക്ക് വേകളും നിലവിലുണ്ട്. ബാവോക്കോനിലെ സംഭവം ചർച്ചയായതോടെ ചൈനയിലെ മറ്റ് ഭാഗങ്ങളിലുള്ള ഗ്ലാസ് പാലങ്ങളിലേക്ക് പോകാനും ആളുകൾ ഭയപ്പെടുകയാണ്. വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലുണ്ടാകുന്ന പെട്ടെന്നുള്ള ഈ ഇടിവ് ഈ കേന്ദ്രങ്ങളുടെ ദൈനംദിന വരുമാനത്തെയും അറ്റകുറ്റപ്പണികൾക്കായുള്ള ഫണ്ടിനെയും ബാധിക്കും. മുൻപ് 2019 ചില സുരക്ഷാ വീഴ്ചകളെ തുടർന്ന് ഹെബൈ പ്രവിശ്യയിലെ 30-ലധികം ഗ്ലാസ് പാലങ്ങൾ ചൈനയ്ക്ക് താൽക്കാലികമായെങ്കിലും അടച്ചുപൂട്ടേണ്ടി വന്നിരുന്നു. സമാനമായ രീതിയിൽ രാജ്യവ്യാപകമായി സുരക്ഷാ പരിശോധനകൾ നടത്താനും നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താനും ഈ സംഭവം അധികൃതരെ നിർബന്ധിതരാക്കിയേക്കും. ഇത് വിനോദസഞ്ചാര മേഖലയിൽ നിക്ഷേപം നടത്തിയിട്ടുള്ള കമ്പനികൾക്ക് കനത്ത സാമ്പത്തിക നഷ്ടം വരുത്തിവെക്കും. ചൈനീസ് ഉൽപ്പന്നങ്ങളുടെയും നിർമ്മാണ നിലവാരത്തിൻ്റെയും തരം താഴ്ന്ന അവസ്ഥ ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി തെളിയിക്കപ്പെടുന്നത് ചൈനയുടെ ബ്രാൻഡ് മൂല്യത്തെ നശിപ്പിക്കും. വിപണിയിൽ വില കുറഞ്ഞതും ഗുണനിലവാരമില്ലാത്തതുമായ സാധനങ്ങൾ വിറ്റഴിക്കുന്ന രാജ്യമെന്ന ചീത്തപ്പേര് ചൈനയ്ക്ക് പണ്ടേ ഉള്ളതാണ്. ആഗോളതലത്തിൽ തങ്ങളുടെ സാങ്കേതിക വിദ്യ ഏറ്റവും മികച്ചതാണെന്ന് വരുത്തി തീർക്കാൻ ചൈന ശ്രമിക്കുമ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. നാഷണൽ 5A പോലെയുള്ള പരമോന്നത ടൂറിസം റാങ്കിങ്ങും ഗിന്നസ് വേൾഡ് റെക്കോർഡും സ്വന്തമാക്കിയ ഒരു പ്രമുഖ കേന്ദ്രത്തിൽ പോലും ഗുണനിലവാരമില്ലാത്ത ഗ്ലാസുകളാണ് ഉപയോഗിച്ചതെന്ന ആക്ഷേപം ശക്തമാണ്. ചൈനീസ് ഭരണകൂടം നൽകുന്ന സർട്ടിഫിക്കറ്റുകളും സുരക്ഷാ മാനദണ്ഡങ്ങളും വെറും കടലാസ് വിദ്യകൾ മാത്രമാണ് എന്നും അവയ്ക്ക് അന്താരാഷ്ട്ര തലത്തിലുള്ള യാതൊരു സുരക്ഷിതത്വവും ഇല്ലെന്നും വിദേശ വിനോദസഞ്ചാര ഏജൻസികൾ വിലയിരുത്താൻ ഇത് കാരണമാകും. ടൂറിസം മേഖലയിലൂടെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനുള്ള ചൈനയുടെ ഗ്രാമീണ വികസന പദ്ധതികൾക്ക് ഇത് വലിയൊരു തടസ്സമാകും. വലിയ നഗരങ്ങളിലെ തിരക്കുകളിൽ നിന്നും മാറി ഉൾനാടൻ മലയോര മേഖലകളിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കാനാണ് ചൈന ഇത്തരം ഗ്ലാസ് പാലങ്ങൾ വ്യാപകമായി നിർമ്മിച്ചതുപോലും. പ്രാദേശിക ജനങ്ങൾക്ക് തൊഴിൽ നൽകാനും അവിടുത്തെ ചെറുകിട കച്ചവടങ്ങൾ വളർത്താനും ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സഹായിച്ചിരുന്നു. എന്നാൽ ഗ്ലാസ് പാലങ്ങളുടെ സുരക്ഷ ചോദ്യം ചെയ്യപ്പെടുന്നതോടെ ഈ മലയോര ഗ്രാമങ്ങളിലേക്കുള്ള സഞ്ചാരികളുടെ ഒഴുക്ക് നിൽക്കുകയും അത് അവിടുത്തെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായി തകർക്കുകയും ചെയ്യും. ചൈനീസ് ടൂറിസം ബോർഡിൻ്റെ ദീർഘകാലാടിസ്ഥാനത്തുള്ള ആഭ്യന്തര ടൂറിസം നയങ്ങൾക്ക് ഏൽക്കുന്ന വലിയൊരു പ്രഹരമായിരിക്കും ഇത്. ചൈനീസ് അധികൃതർ തങ്ങളുടെ പിഴവുകൾ മറച്ചുവെക്കാൻ നടത്തുന്ന ന്യായീകരണങ്ങൾ വിനോദസഞ്ചാരികളിൽ കൂടുതൽ അതൃപ്തി ഉണ്ടാക്കിയേക്കാം. അപകടത്തിന് കാരണം ഒരു കുട്ടിയുടെ കുടയാണെന്ന് വരുത്തി തീർത്ത് തങ്ങളുടെ നിർമ്മാണ കമ്പനികളെ സംരക്ഷിക്കാനാണ് അവിടുത്തെ ഭരണകൂടം ശ്രമിക്കുന്നത്. സഞ്ചാരികൾക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും മൂർച്ചയുള്ള വസ്തുക്കൾ നിരോധിക്കാനും അവർ ആലോചിക്കും. എന്നാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സന്ദർശകർക്ക് മേൽ അനാവശ്യമായ നിയന്ത്രണങ്ങളും കർശനമായ പരിശോധനകളും അടിച്ചേൽപ്പിക്കുന്നത് യാത്രയുടെ ആസ്വാദനത്തെ നശിപ്പിക്കും. തങ്ങളുടെ ജീവന് സുരക്ഷ ഒരുക്കുന്നതിൽ പരാജയപ്പെട്ട അധികൃതർ സന്ദർശകരെ സംശയത്തോടെ വീക്ഷിക്കുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് ചൈനീസ് ടൂറിസത്തോടുള്ള വിരക്തി വർദ്ധിപ്പിക്കും. ചുരുക്കത്തിൽ ചൈനയുടെ വിനോദസഞ്ചാര മേഖല വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് ഈ സംഭവത്തിലൂടെ വിരൽ ചൂണ്ടുന്നത്. നിർമ്മാണ വേഗതയിലും റെക്കോർഡുകൾ സ്ഥാപിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മനുഷ്യജീവനുകൾക്ക് അർഹമായ വില കൽപ്പിക്കാത്ത ചൈനീസ് വിനോദസഞ്ചാര നയം ആഗോളതലത്തിൽ വലിയ വിമർശനങ്ങൾക്കും ഒറ്റപ്പെടലുകൾക്കും കാരണമാകും. വെറും പരസ്യ പ്രകടനങ്ങൾ കൊണ്ട് മാത്രം ടൂറിസം മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നും യഥാർത്ഥ സുരക്ഷയും ഗുണനിലവാരവും ഉറപ്പാക്കിയില്ലെങ്കിൽ ചൈനീസ് ടൂറിസം വലിയൊരു തകർച്ചയെ നേരിടേണ്ടി വരുമെന്നും ഈ സംഭവം വ്യക്തമാക്കുന്നു. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണ്ണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും
കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.